ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് പശ്ചിമേഷ്യയിലെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുമെന്ന് IMF. ഇറാൻ ഇസ്രായേൽ സംഘർഷം സങ്കീർണമാകുന്നതും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വാഷിംഗ്ടൺ ആസ്ഥാനമായ UN സാമ്പത്തിക ഏജൻസിയുടെ അവലോകന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര നാണ്യനിധി IMF ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഉപരോധവും കോവിഡും ഉണ്ടാക്കിയ പ്രതിസന്ധികൾക്ക് ശേഷം സാവധാനം ശക്തി പ്രാപിക്കാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ പശ്ചിമേഷ്യൻ സംഘർഷവും മറ്റു രാഷ്ട്രീയ കാരണങ്ങളും നിമിത്തം വീണ്ടും മോശമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും ഉൾപ്പെട്ട മെന മേഖലയിലെ സാമ്പത്തിക വളർച്ചയെ ഇപ്പോഴത്തെ പ്രതിസന്ധി പ്രതികൂലമായി ബാധിക്കുമെന്നും, എന്നാൽ സംഘർഷത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടായാൽ 2025ഓടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 4.2% ഉയരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സമ്പദ് വളർച്ചാ നിരക്ക് 3.4% ഇപ്പോഴത് 2.7% കുറഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സുഡാനിലെ യുദ്ധം, ചെങ്കടലിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധി, എണ്ണ ഉൽപാദനത്തിലെ കുറവ്, വെസ്റ്റ് ബാങ്കിലെ ആക്രമണം എന്നിവയെല്ലാം മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക വളർച്ചയെ ഗുരുതരമായി ബാധിച്ചേക്കും. ചെങ്കടലിൽ ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണിയും അമേരിക്കൻ സഖ്യം നടത്തുന്ന പ്രത്യാക്രമണങ്ങളും പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനും ഇസ്രായേലിനുമിടയിൽ സംഘർഷം തുടരുന്നതും ചെങ്കടലിലെ ചരക്ക് നീക്കത്തെ ബാധിക്കും. ചെങ്കടൽ ഗതാഗതം ഭീഷണിയിലായതോടെ UAEയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം മേഖലയുടെ സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിച്ചേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. 24 ദോഹ.